ഇന്നത്തെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മലയാള സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാന്റെ ഓരോ അപ്ഡേഷനും വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എമ്പുരാന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാളം സിനിമ എന്നുള്ള പദവി എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുക. അതെ, ലോകമെമ്പാടുമുള്ള ഐമാക്സ് തിയേറ്ററുകളിൽ സെലക്ടഡ് മാർക്കറ്റുകളിൽ എമ്പുരാൻ സിനിമ നിങ്ങൾക്ക് ഐമാക്സിൽ സാങ്കേതിക തികവോടെ കാണാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂർ അങ്ങനെ സിനിമയുടെ അണിയറക്കാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ആണിത്. അതുകൊണ്ട് തന്നെ എമ്പുരാന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ബുക്ക് മൈ ഷോയിൽ എമ്പുരാന്റെ ഇൻട്രസ്റ്റ് 2 ലക്ഷത്തിൽ മേളിലായിരിക്കുന്നു. നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബുക്ക് മൈ ഷോയിൽ 2 ലക്ഷത്തിന് മേളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് ആട് ജീവിതവും മരക്കാറുമായിരുന്നു. ഇപ്പോഴിതാ അതിന് തൊട്ടുപുറയിൽ തന്നെ എമ്പുരാനുണ്ട്. ഉറപ്പായും ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന മലയാള സിനിമ എന്നുള്ള റിപ്പോർട്ട് എമ്പുരാൻ സ്വന്തമാക്കും. മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിലുള്ള വരാൻ പോകുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതായിട്ട് അതിലെ നായികയായ മാളവിക മോഹൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് മോഹൻലാൽ എമ്പുരാന്റെ പ്രൊമോഷൻ പരിപാടികളിൽ സജീവമാകാൻ പോകുന്നത്. മോഹൻലാൽ സത്യനന്ദിക്കാട് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മലയാളി പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ബ്രഹ്മയുഗം സംവിധാനം ചെയ്ത വ്യക്തിയാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത്. ആദ്യ സിനിമ കൊണ്ട് തന്നെ സാങ്കേതിക തികവോടും കഥയുടെ പ്രസന്റേഷൻ രീതി കൊണ്ടും ഗംഭീര കയ്യടി നേടിയ വ്യക്തിയാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത്. രാഹുൽ സദാശിവൻ ഇനി വരാൻ പോകുന്ന ഹൊറർ തീമിലുള്ള സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് സാക്ഷാൽ പ്രണവ് മോഹൻലാലാണ്. അപ്പൊ പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കോംബോയിലുള്ള സിനിമയാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. ബ്രഹ്മയുഗത്തിലെ അതേ ടീം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയും കാര്യങ്ങൾ നടത്തുന്നത്. സൂര്യ കാർത്തിക് സുബ്രാജ് കോംബോയിലുള്ള വരാൻ പോകുന്ന സിനിമയാണ് റെട്രോ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന മെയ് 1-ാം തീയതിയാണ്. സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്ന് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. കാരണം ഇന്നെന്ന് പറയുന്നത് റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനായ കാർത്തിക് സുബ്രാജിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ റെട്രോ എന്ന് പറഞ്ഞ സിനിമയിലെ സെക്കൻഡ് സിംഗിൾ കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, കാർത്തിക് സുബ്രാജ് സൂര്യ കോംബോയിലുള്ള സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷ വളരെ കൂടുതലാണ്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. ഒരു കൂട്ടം യുവ സ്റ്റാർസിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഖാലിദ് റഹ്മാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്ററും തന്നെ കാണുമ്പോൾ അതിന്റെ ഒരു രസം കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബോക്സിംഗ് ടൈപ്പ് ഓഫ് സിനിമയാണ് ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ആദ്യ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച ഏപ്രിൽ 10-ാം തീയതിയാണ്. പക്ഷേ ആ ഒരു റിലീസിംഗ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഏപ്രിൽ 3-ാം തീയതിയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. നവാഗതനായ ഡീനോ ഡെന്നിസ് മമ്മൂട്ടി കോംബോയിലുള്ള വരാൻ പോകുന്ന സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഒരു വേൾഡ് വൈഡ് ഗ്രാൻഡ് റിലീസിംഗിനാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. മമ്മൂക്കയുടെ ഒരു ആക്ഷൻ സ്റ്റൈലിഷ് സിനിമ എന്ന ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും വളരെ വലുതാണ്. 2025 മലയാള ബോക്സ് ഓഫീസിൽ തരംഗമായ സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയും. ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 20-ാം തീയതിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ തരംഗമായ സിനിമയാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. പ്രദീപ് രംഗനാഥൻ നായകനായ സിനിമയാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ OTTയിൽ സ്ട്രീം ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന മാർച്ച് 21-ാം തീയതി നെറ്റ്ഫ്ലിക്സിലാണ് ഡ്രാഗൺ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. ധനുഷ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നിലാവ് കേന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞ സിനിമ. ഒരു കൂട്ടം യൂത്ത്സിനെ വെച്ചാണ് ഈ ഒരു സിനിമ ധനുഷ് സംവിധാനം ചെയ്തത്. അപ്പൊ ഈ ഒരു സിനിമ ഈ വരുന്ന മാർച്ച് 21-ാം തീയതി ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.